നമസ്കാരം. NDA BJP മുന്നണി രാജ്യത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ അടിപൊട്ടി. UP-യിൽ അടിയോടടിയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നീതി ആയോഗ് യോഗം അവിടെ നടക്കാൻ തീരുമാനിച്ചത്. അതെല്ലാവരും ചേർത്തുകൊണ്ടുള്ള യോഗമാണത്. അതിലൊരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങളെ കിട്ടൂല. കാരണം ഇപ്പോൾ ഇവിടെ ബജറ്റ് സമ്മേളനം നടന്ന സമയത്ത് അവർ കാണിച്ച് ചെറ്റത്തരവല്ലേ കാണിച്ചത്. 2 ബീഹാറും ആന്ധ്രാപ്രദേശും മാത്രമായിട്ട് ചുരുങ്ങിയില്ലേ? ഇന്ത്യ അവിടേക്ക് ചുരുങ്ങിയില്ലേ? സാമ്പത്തിക ക്രമത്തിൽ അവിടേക്ക് ചുരുക്കിയില്ലേ? മറ്റുള്ളവരെ നിങ്ങൾ നാണം കെടുത്തിയില്ലേ? അതിൻ്റെ പേരിൽ നീതി ആയോഗ് യോഗം അവരെല്ലാവരും ബഹിഷ്കരിച്ചു. മമതാ ബാനർജി അവിടെ ചെന്നു, അത്രയും ആശ്വാസം. പക്ഷെ ചെന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു എന്നെ കിട്ടൂല. അവർ അവിടെ ചെന്ന് അവരെ മോന്തക്കിട്ട് 2 കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്നു. ഇനി അതിനേക്കാൾ വലിയൊരാളുണ്ട്. അയാൾ ചെയ്തതാണ് നരേന്ദ്രമോദിയുടെ തലയിൽ മലയിടിഞ്ഞ് വീണ പോലെയായി. നിതീഷ് കുമാർ അങ്ങനെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കി തന്നെയില്ല. നീതി ആയോഗ് യോഗത്തിന് തിരിഞ്ഞു നോക്കിയില്ല നിതീഷ് കുമാർ. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും നിതീഷ് കുമാറിന് കിട്ടേണ്ടത് കിട്ടി. ഇനി എന്ത്? പാലം കടന്നാൽ പിന്നെ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയർമാനായിട്ടുള്ള ഒരു ബോഡിയാണ് നീതി ആയോഗ്. അതിൻ്റെ മീറ്റിംഗാണ് ഇന്നലെ അവിടെ നടന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. ധനകാര്യ ആൾക്കാരെങ്കിലും പങ്കെടുക്കേണ്ടതുണ്ട്. 9ാമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിനാണ് അവിടെ നടന്നു വന്നത്. ഈ കഴിഞ്ഞ തവണയുണ്ടായ ഇന്ത്യ ബജറ്റ് എന്നുള്ള പേരിൽ ബീഹാർ ആന്ധ്ര ബജറ്റ് മറ്റുള്ളവരെ നാണം കെടുത്തുന്ന അവസ്ഥ. അവർക്ക് ചോദിച്ചത് കൊടുത്തു, ബാക്കിയുള്ള അവർക്ക് കോലുമിഠായി കൊടുത്തു 1000 TB ഇരുന്നോളാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരിനി ഇത്തരം കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഒരു ബോഡിയിലും അതുമായിട്ട് സഹകരിക്കാൻ ഞങ്ങളില്ലാന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ പ്രാവർത്തികമായിട്ടുള്ള കാര്യം ഒപ്പിച്ചു വെച്ചത് ഇവിടെയാണ്, നീതി ആയോഗ് യോഗത്തിലാണ്. എന്നാൽ ഇന്ത്യ മുന്നണി വിസർജനം TVക്കാർ അണ്ടി മുന്നണി എന്നൊക്കെ അവർ പറയും. ND മുന്നണി, NDA ND എന്നാണ് പറയുക. INDIA ഇന്ത്യ എന്നുള്ള ഇന്ത്യ എന്നാണ് പറയുക. നാട്ടുകാർ മുഴുവൻ അവരെ വിസർജനം എന്നാണ് പറയുക. വിസർജനം TV. അപ്പം അവര് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അങ്ങനെ അവിടെ മീറ്റിംഗ് കൂടി. ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് വഴി തിരിഞ്ഞു പോയതാണ്. അപ്പോൾ അവിടെ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയ സമയത്ത് ഇന്ത്യ മുന്നണി, അതാണ് പറഞ്ഞത്, ഇന്ത്യ മുന്നണിയിലുള്ള ആരും പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇന്ത്യ മുന്നണിയായിട്ട് യോജിച്ചു പോകുന്ന ആരും പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരും പങ്കെടുത്തില്ല. എന്നാൽ മമത സ്ഥലത്തെത്തി. മമത അതിശക്തിയാണ്. കാലങ്ങളായിട്ട് അവരുടെ മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി യോഗ്യതയുള്ള സ്ത്രീയാണ്. അവർ ND മുന്നണിയുടെ നീതി ആയോഗ് യോഗത്തിലെത്തിയപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു ചെറിയ വിടവ് കാണാൻ അവർക്ക് പറ്റി. അല്പനേരത്തൊരു സന്തോഷം, സമാധാനം, ഒരു ചിരി അവർ അന്തരംഗത്തിൽ പൊട്ടി. ഇവർ കയറി വന്നു, ആർക്കുമില്ലാത്ത സ്വീകരണം കൊടുത്തു. കാരണം ഇന്ത്യ മുന്നണിയുടെ നേതാവ് അവരുടെ വാക്കുകൾ മാറ്റിവെച്ചുകൊണ്ടാണല്ലോ ഈ ND മീറ്റിങ്ങിന് അവിടെ എത്തിയത്. വലിയ സന്തോഷമായി. അവർ കയറി ഉടനെ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ആരും നോക്കില്ല. സംസ്ഥാന സർക്കാരുകളെ
രണ്ടാനമ്മ ബോധം വെച്ചുകൊണ്ട് കാണരുത്. വൃത്തികളാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് കാണിച്ച ഉടനെ അവരുടെ പോക്ക് എവിടേക്കാന്ന് മനസ്സിലായി. തിരസ്കരിക്കുകയല്ല ചെയ്തത്, അവർ സ്വീകരിച്ചു. അവിടെ ചെന്ന് കാര്യം പറയാൻ, ആ കാര്യം കേൾക്കാൻ അവർക്ക് ഇഷ്ടമല്ല, മൈക്ക് ഓഫ് ചെയ്തു, സംസാരിക്കാൻ അനുവദിച്ചില്ല. മേക്ക് ഓഫ് ചെയ്ത് എന്താ ചെയ്യുക? നമ്മുടെ TV ചാനൽ ഓരോരുത്തർ മേക്ക് ഓഫ് ചെയ്യുമ്പോൾ അയാൾ ഇതൊഞ്ഞിരിക്കും. അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളവിടെ അവതാരങ്ങളുണ്ടോ? അതിന് ഭർത്താവ് നിങ്ങൾ ശരിയില്ലെന്ന് പറയുമ്പോൾ ഒരു മൈക്ക് ഓഫ് ചെയ്യും. പിന്നെ ഇത് അവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നിർത്തും. പക്ഷേ മമത എന്താ ചെയ്തത്? അത് ശരി, അവരിറങ്ങിപ്പോയി. ഇപ്പം അതാണ് വാർത്ത. ചളകൊന്ന് വെച്ചോളൂ സ്വീകരിച്ച് അവിടെ ചെന്ന് 2 ഗുമ്മ് കൊടുത്ത് 2 ബൂസ്റ്റ് ഇട്ട് കൊടുത്ത് അവരിങ്ങോട്ട് പോകുന്നു. അവർ പ്രതികരണമാണ്. മറ്റുള്ളവർ പോയില്ല. ആ പോകാത്തവരെക്കാൾ വലിയ പ്രതികരണം അവർ നടത്തിയത്. അതിനേക്കാൾ വലിയ പ്രതികരണങ്ങൾ നടത്തി. സാക്ഷാത് നരേന്ദ്രമോദിയുടെ ചെയർമാൻ സ്ഥാനം ഉള്ള നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ചത് നിതീഷ് കുമാർ കൂടിയാണ്. അങ്ങേർക്ക് 56 കോടി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോണില്ല. അപ്പം എന്തായി? പാലം കടന്നു. പാലം കടന്നാൽ പാലം കടക്കുവോളം മോഡിയായ നമഃ. പാലം കടന്നാലോ? അതവിടെ സംഭവിച്ചത്. ഇനി അയാളെ കിട്ടൂല. അതാണ് നിതീഷ് കുമാർ. അത് പണ്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്ന 9ാമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിൽ നിന്നാണ് മമത ഇറങ്ങിപ്പോകുന്നത്. കാരണം എത്രയേ ഉള്ളൂ, അവർ ആ കാര്യത്തിലേക്കാണ് കടന്നത്. ഒരു മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് അതിന് ചില മര്യാദകളുണ്ട്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞ് അതിനെല്ലാം എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന എല്ലാവരോടും ആദ്യമേ നന്ദി പറഞ്ഞോട്ടെ. അധ്യക്ഷനായിരിക്കുന്ന ആ കോപ്പൻ, അധ്യക്ഷൻ്റെ അപ്പുറത്തിരിക്കുന്ന മറ്റേ കോപ്പൻ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന കപ്പൻ, ഈ അപ്പുറത്തിന് കൊണാഞ്ചൻ, അപ്പുറത്തിരിക്കുന്ന കൊണാഞ്ചൻ, ഇത് കഴിയുമ്പോഴേക്കും പ്രസംഗത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമല്ല. അവർ വന്ന് കയറിയുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങളെ ബജറ്റ് ചെയ്ത് ശരിയായില്ല. സംസ്ഥാന സർക്കാരുകളെ പല തട്ട് നിർത്തിയിട്ട് നിങ്ങളവിടെ ഞെളിയാൻ നോക്കിയത് ശരിയായില്ല. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ശരിയെന്ന് മനസ്സിലായി ഉടനെ മൈക്ക് ഓഫ് ചെയ്തു. അവർ പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം, ഞാൻ സംസാരിക്കാനാണ് വന്നത്. അതല്ലെങ്കിൽ വല്ല മറ്റേ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പറയാം. മറ്റേ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ഡിജിറ്റലാണ്. അതായത് പറയും ഓൺലൈനിലൂടെ സംസാരിച്ചാൽ പോരെ. അവരവിടുന്ന് കഷ്ടപ്പെട്ട് ഡൽഹിയിൽ ഇവിടെ വന്നിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മൈക്ക് ഓഫ് ചെയ്തു പറഞ്ഞാൽ അത് അവരുടെ ചള്ളയ്ക്ക് അടിക്കുന്നതില്ലല്ലേ. അവർ അതിനേക്കാൾ വലിയ അടി വെച്ച് കൊടുത്തു. എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മേക്ക് ഓഫ് ചെയ്തു. 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ 10-20 മിനിറ്റാണ് സംസാരിക്കാൻ സാഹചര്യം കൊടുത്തത്. യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മമത അതിശക്തമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷത്ത് നിന്ന് താൻ മാത്രമാണ് പങ്കെടുത്തത്. പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ അവിടെ പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ എനിക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നുകൊണ്ട് എനിക്ക് 2 മണിക്കൂറാണ് സംസാരിക്കാൻ സമയം തരേണ്ടിയിരുന്നത്. പക്ഷെ അവർ വെട്ടിച്ചുരുക്കി 5 മിനിറ്റ് ആക്കാൻ ശ്രമിച്ചു. ആയതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുന്നണിക്കേറ്റ അപമാനമാണ്, പ്രതിപക്ഷത്തിനേറ്റ അപമാനമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ ആ യോഗം ബഹിഷ്കരിച്ചത്. പ്രതിപക്ഷ കക്ഷികൾ, അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കർണാടകയുടെ സിദ്ധരാമയ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. ഹിമാചൽ പ്രദേശിൻ്റെ സുഖ്വീർ സിംഗ് സുഖു, തെലങ്കാനയുടെ രേവന്ത് റെഡ്ഡി എന്നിവർ നേരത്തെ തന്നെ യോഗം ബഹിഷ്കരിക്കുന്നതായിട്ട് അറിയിച്ചിരുന്നു. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു. അതിൽ പ്രതിഷേധിച്ചിട്ടായി നടപടിയെടുത്തത്. ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബ്, ഡൽഹി സംസ്ഥാന സർക്കാരുകൾ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ യോഗം ബഹിഷ്കരിച്ചു. അതേസമയം എല്ലാ വേദികളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് മത്സരിക്കുകയാണെന്ന് BJP വക്താവ് ഷെഹസാദ് പൂനാവാല ആരോപിച്ചു. അപ്പം ഇനി നടക്കാൻ പോകുന്ന NDA മുന്നണിയുടെ പേരിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു യോഗത്തിലും ഇനി
ഇന്ത്യ മുന്നണി പങ്കെടുക്കില്ല. അവിടേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ബംഗാളിനെ അപമാനിച്ചതിൽ പ്രതിഷേധിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തീരുമാനം. അവിടെ മഹുവ മൊയ്ത്ര സ്ത്രീയുണ്ട്. അവർ വായ തുറന്ന വായിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നാവല്ല, കൊടുവാളാണ് കിടക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള വാള കിടക്കുന്നത്. ഇപ്പോൾ അവരുടെ ഇത് കിട്ടുമ്പോൾ അപ്പം അവരെ പുറത്താക്കുമെന്ന് പറയും. പുറത്താക്കുന്ന പറഞ്ഞാൽ അവർ പറയും, എന്നെ പുറത്താക്കാൻ ഇന്നാണ് വരുന്നതെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഇന്ന റോഡിൽ ഇന്ന ഫ്ലാറ്റ് ഞാൻ അവിടെ ഉണ്ടാവും കേട്ടാ. അതിന് നാളെയാണ് ഞാൻ ബംഗാളിൽ ഇന്ന സ്ഥലത്ത്, കൽക്കട്ടയിൽ ഇന്ന സ്ഥലത്തുണ്ടാവും കേട്ടാ. അതോടെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നിർത്തും. അറസ്റ്റ് ചെയ്തവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും മത്സരിക്കും. വീണ്ടും അവർ കയറി വരും. നാണം കെടും. കഴിഞ്ഞ വർഷം പുറത്താക്കിയിട്ട് എന്തുണ്ടായി? പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാം, പ്രധാനമന്ത്രിക്ക് പുറത്താക്കാം. പക്ഷേ കോടതി പറഞ്ഞാൽ മറ്റൊരു വലിയൊരു കടമ്പയുണ്ട്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്ര ഇനി അവിടെ പാർലമെൻറ്റിനകത്ത് അവരവിടെ ആനപ്പടകം പൊട്ടിക്കും, ഗർഭാൽസി കൊണ്ട് പൊട്ടിക്കും, യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ അത് കാത്തിരിക്കാം. മോഡിക്കും അമിത്ഷായ്ക്കും കാത്തിരിക്കാം മഹുവ മൊയ്ത്ര എന്താ പറയാൻ നോക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ മറ്റൊരു സംഭവം ഉണ്ടായത് നിതീഷ് കുമാറിൻ്റെ. അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വരില്ല, അത്ര പണ്ടേ വരാറില്ല. അങ്ങനെ വന്നു. ഈ ഭരണത്തെ BJPയുടെ ലാസ്റ്റ് മാൻഡേറ്റ് അഥവാ തേർഡ് മാൻഡേറ്റ്, സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ആരാ അവിടെ? വെറും ഒരു റബ്ബർ സ്റ്റാമ്പല്ലേ അവിടെ കാര്യങ്ങൾ നടത്തുന്ന ആരാ? ഇങ്ങനെ എന്ത് തീരുമാനം എടുത്താലും തീരുമാനമൊക്കെ BJPക്കാരുടെയാണ്. തീരുമാനമൊക്കെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയാണ്. തീരുമാനങ്ങളില്ല, ഒപ്പീനിയൻ, അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആയാലും എങ്ങനെയാ, അങ്ങനെ ആയാലും എങ്ങനെയാ അഭിപ്രായങ്ങളൊക്കെ BJPയുടെയാണ്. അഭിപ്രായങ്ങളൊക്കെ നരേന്ദ്രമോദി പറയും, അഭിപ്രായങ്ങളൊക്കെ അമിത്ഷാ പറയും. തീരുമാനം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും കൂടി എടുക്കും. ആ അവസ്ഥയിൽ എത്തിച്ചു, ദൈവമാണ് എത്തിച്ചത്. ആ അവസ്ഥയിൽ എത്തിച്ചു നരേന്ദ്രമോദിയെ. ഒരു ഛത്രാധിപതിയായിരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു. ഇപ്പം RSSൻ്റെ മുമ്പിൽ കുനിഞ്ഞ് നടക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബുവിൻ്റെ മുമ്പിലും കുനിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ എത്തിച്ചേർന്നു സാരം. അപ്പം നിതീഷ് കുമാറാണ് ഏറ്റവും വലിയ അടിയടിച്ചത്. ഇത് നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സന്നിഹിതനാകുന്ന മീറ്റിംഗാണത്. NDAയുടെ പേരും പറഞ്ഞ് 56 കോടി അടിച്ചു മാറ്റി കൊണ്ടുപോയ നീതീഷ് ഇപ്പം ചെയ്ത് കൊലച്ചതിയല്ലേ ചെയ്തത്. ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുപോയത് 56,000 രൂപ. ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ നമ്മളെ കിട്ടൂല്ലോ. അത് നരേന്ദ്രമോദിയുടെ ചെപ്പക്കുറ്റിക്ക് കിട്ടിയ ഇപ്പം നീര് വന്നിരിക്കുക, നല്ല അടിയാണ് കിട്ടിയത്. മമതാ ബാനർജിയുടെ കയ്യിൽ നിന്നും കിട്ടിയത് നല്ല അടിയാണ് കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാർ, മുഖ്യമന്ത്രിമാരും നീതി ആയോഗിന് പങ്കെടുത്തില്ല. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത് ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ ശരിയല്ലാത്ത രൂപത്തിലേക്ക് എത്തിച്ചേരും. ഞാൻ മുഴുവൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള വിദൂരമായ സാധ്യതയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ നരേന്ദ്രമോദി കൂട്ടങ്ങൾ, BJP കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ കാണുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേസ്റ്റായി പോകുമോ അങ്ങനെ സംശയിക്കാനും ഇടവരികയാണ്. നമസ്കാരം.